രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയത് മാങ്കൂട്ടത്തിൽ കേസ് നമ്മൾ കണ്ടതാണ്. 3 പീഡന കേസുകളുണ്ട്. എന്നിട്ടും ഇപ്പോൾ മാങ്കൂട്ടം പുറത്ത് നിൽക്കുന്നു. അപ്പോൾ രഞ്ജിത്തിനും ഇതേപോലെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ മാങ്കൂട്ടത്തിൽ കേസ് പോലെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണോ ഈ രഞ്ജിത്തിൻ്റെ കേസ്? അല്ല, അവിടെയല്ലേ ഇതിപ്പം നമുക്കറിയാം. ഹേമ കമ്മിറ്റിയൊക്കെ വന്ന എന്താണ്, സിനിമയിൽ ഇതുപോലെ പീഡനം രഹസ്യമായിട്ട് നടക്കുന്നു, അവരുടെ ജീവിതമാർഗ്ഗമാണ്, അവർക്ക് സാമ്പത്തികം കിട്ടണം, അതുകൊണ്ട് പലരും അതിന് വഴങ്ങുന്നു, അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഹേമ കമ്മീഷൻ വന്നത്. രഞ്ജിത്തിൻ്റെ കേസ് വ്യത്യാസമാണ്. അവിടെ അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ്. രഞ്ജിത്തിൻ്റെ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇൻവൈറ്റ് ചെയ്യല്ലേ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ അവരെ പ്രൊഫഷണൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പം ആ പ്രൊഫഷനിൽ വന്ന ആൾക്കാരെ ഇദ്ദേഹം മിസ്യൂസ് ചെയ്യണം. അത് രണ്ടും രണ്ടായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3 കേസിനകത്തും അവർ 1-2 പേര് നേരത്തെ വിവാഹിതരാണ്, ഭർത്താവുമായിട്ട് തെന്നിക്കഴിയുന്നവരാണ്, അവർ ഹൗസ് വൈഫാണ്, 2 പേര് ഹൗസ് വൈഫാണ്. അപ്പോൾ അവരും ഫ്ലർട്ട് ചെയ്യാൻ പാടില്ല. അത് ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ കൾച്ചറും, ഇന്ത്യൻ പിന്നോക്കൊക്കെ അത് പിന്നെ ഒരു പ്രായപൂർത്തിയായവർ തമ്മിൽ ഒരു സെക്ഷൽ ഉണ്ടായത് നേരത്തെ കല്യാണം കഴിച്ചാണ് അഡൽട്ടറി ഉണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡിൽ അഡൽട്ടറി ആയിരുന്നു. പക്ഷേ ഇപ്പം BNS അഡൽട്ടറിയുടെ ആ സെക്ഷന് അതിന് അനുകൂലമായ ഒരു വകുപ്പ് കാണുന്നില്ല ഞാൻ. ഇല്ല, അഡൽട്ടറി ഇപ്പം IPC ഉണ്ടെങ്കിലും അഡൽട്ടറിയുടെ സെക്ഷൻ ഇപ്പം BNS മാറി വരണമെന്നെങ്കിൽ അതിനകത്ത് ആ സെക്ഷൻ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം. അതൊരു ഒഫൻസ് അല്ല. മെച്ചുറായ 2 പേര് തമ്മിൽ സെക്സ് ചെയ്യുന്നത് ഒഫൻസ് അല്ല. പക്ഷെ ഒരു ഹൗസ് വൈഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ കൺസെൻറ്റോട് കൂടി വേണമെന്നാണ് അഡൽട്ടറി പറയുന്നത്. അപ്പോൾ ആ അഡൽട്ടറി അതാണ്. ഭർത്താവല്ല വേറെ ആർക്കും പരാതി, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയായിട്ട് അയാളുടെ സമ്മതത്തോട് മാത്രമേ ചെയ്യാൻ ഒക്കുള്ളൂ, അല്ലെങ്കിൽ അത് അഡൽട്ടറി ആയിട്ട്. പക്ഷേ ഇന്ത്യൻ BNS ഇപ്പോൾ അത് പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല അതേപ്പറ്റി. അത് ഒരു തീർച്ചയായിട്ടും ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യൻ പാരമ്പര്യവും ഇന്ത്യയുടെ BC മുതൽ ഇന്ത്യയുടെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത്, പാശ്ചാത്യ രാജ്യം പോലല്ല. അപ്പോൾ അതിനകത്ത് ഫ്ലർട്ട് ചെയ്യുന്ന ഹൗസ് വൈഫ് ഉണ്ടെന്നെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ താത്രിക്കുട്ടിയൊക്കെ കണ്ടില്ലേ. താത്രിക്കുട്ടിയുടെയൊക്കെ നമ്മൾ ആലോചിക്കണം അത്, കാരണം അത് അഡൽട്ടറിയാണ്. അപ്പോൾ അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു. അത് ഇന്ത്യൻ സംസ്കാരമാണത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യം. പക്ഷേ മാങ്കൂട്ടത്തിൻ്റെ കേസിലും കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനോട് കാരണം ഗർഭചിത്രമൊക്കെ വാഗോണ്ട് എല്ലാവരും പറയുന്നതല്ലാതെ എവിഡൻസ് ഇല്ല. വേണ്ടേ? ഗർഭചിത്രം എന്നൊക്കെ ആൾക്കാർ പറയുന്നെങ്കിൽ അതിന് എവിഡൻസ് വേണ്ടേ? അതിന് ആ ഭ്രൂണത്തിൻ്റെ ഏതെങ്കിലും അംശം എന്തെങ്കിലും വേണ്ടേ? അതൊന്നുമില്ല. അതിന് എവിഡൻസും വന്നിട്ടില്ല. അങ്ങനെ ഒരു എവിഡൻസ് ആ സ്ത്രീകളാരും കൊടുക്കാനും തയ്യാറായിട്ടില്ല, കൊടുത്തിട്ടുമില്ല. അപ്പം അതൊക്കെ ഈ കേസിനകത്ത് നറേഷനകത്ത് വന്നെന്നല്ലാതെ എവിഡൻസറി വാല്യൂ നോക്കുമ്പോൾ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ അതൊന്നും നിൽക്കത്തില്ല. പിന്നെ അതിനകത്ത് ഒരു പെൺകുട്ടി, പക്ഷെ എന്തുകൊണ്ടാണ് ഇയാൾ വിളിക്കുകയല്ല, അവർ വിളിക്കുന്നിടത്ത് ഇയാൾ ചെല്ലുകയാണ്. നമ്മൾ തിരിച്ചേ പറയുന്നത്. ഇയാളുമായിട്ട് പരിചയപ്പെടും, ഒരു സ്ട്രേഞ്ചേഴ്സാണ് ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ആ സ്ത്രീകൾ എന്തിനാ ഇയാളെ വിളിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാൽ മോശ വിചാരമുണ്ട്, അങ്ങനെയല്ലേ അർത്ഥം? ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ, മോശ വിചാരമാണ്. അത് കോടതിക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്തൊരു ഒഫൻസ് ഉണ്ടെന്നും അത് കരിപ്പൊടിപ്പിക്കാൻ ശ്രമിച്ചാൽ നിലനിൽക്കത്തില്ല. ഇത് രണ്ടും വ്യത്യസ്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടൻ ബലമായിട്ടൊരു വീട്ടിൽ ചെന്ന് റേപ്പ് ചെയ്യുകയില്ല, അയാളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അത് പ്രായപൂർത്തിയ ആൾക്കാരാണ്. അതിൻ്റെ അകത്തൊരു ഒഫൻസ് ഞാൻ നോക്കിയിട്ട് കാണും. ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ അവർ വില്ലിങ് അല്ല, അൺവില്ലിങ് അല്ല. അവർ വില്ലിങ് അല്ലാത്ത ഒരു സ്ത്രീയുടെ അടുത്ത് പോയി ബലം പ്രയോഗിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് റേപ്പിൻ്റെ പരിസ്ഥിതി വരും. അറ്റംപ്റ്റ് ടു റേപ്പാണ്. അപ്പോൾ ആ കുട്ടിയുടെ മൊഴിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ അറിയാത്ത 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ അതിനകത്ത് കൺവിഷൻ വരും. അത് ഇയാൾ എത്ര വലിയ കലാകാരനാണെന്ന് പറഞ്ഞാലും ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഈ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്താണ്. എല്ലാ മാധ്യമങ്ങളും എടുത്ത് ഒരു കൊടും കുറ്റവാളിനെ പിടിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് ഹോട്ടൽ റൂമിൽ നിന്ന് മാങ്കൂട്ടത്തിലിനെ പിടിച്ചു കൊണ്ടുവന്നത്. നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതാണ്. ഈ രഞ്ജിത്തിൻ്റെ കേസും മാങ്കൂട്ടത്തിൻ്റെ കേസും ഡിഫറൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത രീതിയും അതേപോലെയാണ്. ഹോട്ടലിൽ നിന്നല്ല, പക്ഷേ വണ്ടി നിർത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ഹോട്ടൽ റൂമിൽ പോയി പിടിച്ചു. അപ്പോൾ ഈ 2 കേസിലും മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പോലീസ് രാഷ്ട്രീയപരമായി പെരുമാറി എന്ന് പറയുന്നു.
രഞ്ജിത്തിന്റെ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. പോലീസിന് ഇരട്ടത്താപ്പുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ പോലീസിന് നമുക്ക് പൊതുവേ നോക്കുമ്പോൾ ഒരു നിലപാടല്ലേ ഉള്ളൂ. ഈ രണ്ട് കേസിലും ഒരേപോലെ തന്നെയല്ലേ സമീപിച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആ പോലീസ് ഓഫീസറുടെ വ്യക്തിത്വം പോലെ ഇരിക്കും. ഇതിനകത്ത് പോലീസ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വ് കാണിച്ച് സർവീസിലുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ആ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിൽക്കും. അന്നേരം ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ രാത്രി കയറി അവിടുന്ന്, കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബെയിൽ 2 എണ്ണത്തിന് കൊടുത്തപ്പം കൃത്യം പറയുന്നുണ്ട്, എപ്പം പോലീസ് ഓഫീസർ വിളിച്ചാലും ഓടിച്ചെല്ലണം. പക്ഷെ ഇവർ വിളിച്ചില്ലല്ലോ. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ 3-ാമതോ 4-ാമതോ 5-ാമതോ ആട്ടെ, ഇയാൾ 2 കേസിന് കണ്ടീഷൻ ബെയിലിൽ നിൽക്കുകയല്ലേ. അയാളെ ഫോൺ ചെയ്ത് അയാൾ അവിടെ എത്തും. എന്തിനാണ് ഇത്ര നാടകം കളിച്ചത്? അപ്പൊ അയാളെ തകർക്കാനും അയാളുടെ ഇമേജ് കളയാനും അത് രാഷ്ട്രീയപരമായ ഒരു നീക്കമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തി. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ട്രൂ കേസാണ്. ഇങ്ങനെയാണ് പോലീസ് നടപടി ചെയ്യേണ്ടത്, ഇല്ലേ? അതേപോലെ തന്നെയാണ് മാങ്കൂട്ടത്തിന്റെ കേസിൽ ചിന്തിക്കുമ്പോഴും പോലീസ് അതേപോലെ തന്നെ പെരുമാറേണ്ടത്. അല്ല, മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് പോലീസ് കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു. അതിനകത്ത് ഒരു ഒഫൻസ് നിലനിൽക്കില്ല എന്ന് പോലീസിന് അറിയാം. ഇവിടെ ഒഫൻസ് നിലനിൽക്കും. മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് അത് അവരെ മൊഴി വാങ്ങിക്കുമ്പോൾ തന്നെ പോലീസിന് അറിയാം അതിനകത്ത് ഒഫൻസ് അട്രാക്ട് ചെയ്യത്തില്ല. പിന്നെന്തിനാ പോലീസ് ആ കളി കളിക്കാൻ പോയത്? അപ്പൊ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും വരമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചിന്തിച്ചില്ല ഇതുവരെ. അത് ഉറപ്പാണ്. കാരണം പറഞ്ഞാൽ ഈ പരാതി കിട്ടിയിട്ട് അവരെ കൃത്യമായിട്ട് പബ്ലിസിറ്റി കൊടുക്കാതെ കൃത്യമായിട്ട് 164 ഒക്കെ നടത്തി അയാളെ അറസ്റ്റ് ചെയ്തു. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യും. SHOയ്ക്ക് അതിന് അവിടുത്തെ കമ്മീഷണറും മറ്റവരൊക്കെ പിന്തുണയും കൊടുത്തു. ഓക്കെ, നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഇന്നേ വരെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പോലീസിൽ രാഷ്ട്രീയ പിടിമുറുക്കലുണ്ട്, ഭരണ സ്വാധീനം ഉപയോഗിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ. രഞ്ജിത്തിന് വലിയ സ്വാധീനം പാർട്ടിയിലുണ്ട്, സർക്കാരിനുണ്ട്. രഞ്ജിത്ത് പോലും അറിയാതെയാണ് അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സൂചന കൂടി ഈ ഒരു കേസിൽ കിട്ടുന്നുണ്ടോ? അത് പോലീസിലെ ഓഫീസേഴ്സ് വ്യക്തികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ കമ്മീഷണർ അവർക്കൊരു ചായ്വ് ഒരു പാർട്ടിയോട് വന്നിട്ടില്ല. ഇത് വരും, വന്നിട്ടില്ല. പറഞ്ഞാൽ അദ്ദേഹം അതിന് ലീഡർഷിപ്പ് കൊടുത്തു. ഇടുക്കി SP ഒരു ഫ്രഷ് ഹാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് ഇയാൾ ലൊക്കേഷൻ അറസ്റ്റ് ചെയ്തു. ഏതായാലും പോലീസിനെ ഒരു പരാതി കിട്ടിയ FIR ആയി. ആ FIR-നെ സംബന്ധിച്ച് 164 പോലീസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ അത് പബ്ലിസിറ്റി വെളിയിലോട്ട് പോയില്ല ന്യൂസുകൾ. കാരണം ഇയാൾ വലിയ VIP ആയതുകൊണ്ട് അത് വെളിയിലോട്ട് പോയില്ല. അത് പോയാൽ പ്രശ്നമാകുമെന്ന് ഇവർക്കറിയാം. അത് തന്നെയല്ല, അതിനകത്ത് മെഡിക്കൽ പരിശോധന ആ കുട്ടിയുടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. എന്താണ് ആ കാരവനകത്ത് നടന്നത് എന്നു പറഞ്ഞാൽ അതൊരു ഒഫൻസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. കാരവനകത്താണ് സംഭവം നടന്നത്. ആ കാരവൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് പോലീസ് പിടിച്ചെടുക്കും. പോലീസ് അത് റിക്കവർ ചെയ്യും. കാരവൻ അതിനകത്താണ് ഓഫൻസ് ഉള്ളത്. അപ്പോൾ അത് റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. അത് തന്നെയല്ല, അതിനകത്ത് ഇങ്ങനെ ഈ കാര്യത്തിന് സഹായിച്ചെന്ന് കരുതുന്ന ആൾക്ക് ബോബി കുര്യനെ ചിലപ്പം പ്രതിയാക്കും. ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ അടുത്തുണ്ട്. അയാളൊരു സഹ നടനാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി എന്ന് പറഞ്ഞാൽ അവർ പോലീസ് റിപ്പോർട്ട് ചെയ്യണ്ടേ? കാരവനിൽ നിന്ന് ഇറങ്ങി വന്നപ്പം പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടർ അത് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അവർ പ്രതിയാകില്ലേ? അവർ ബോബി കുര്യനും അവരും ഈ കാരവനകത്തുള്ള ഡ്രൈവറും വേറെ ഒരുത്തനും ഉണ്ടാവും, അവരും പ്രതിയാവും. ഓക്കെ, അങ്ങനെയാണ് നിയമം പോകുന്നത്. ശരി, എന്തായാലും വളരെയധികം നന്ദി സാർ. ഓക്കെ.